അതെ, ജൂനിയർ ലാബസിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് ദീപക് സാറ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്യാബിനിലോട്ടൊന്ന് പെട്ടെന്ന്. ഓക്കെ. നിങ്ങളെ മൂന്നുപേരെയും വിളിപ്പിച്ചത് നമ്മുടെ ജൂനിയർ ലാബിസ്റ്റിൻ്റെ കോഴ്സ് നമ്മൾ കുറേ നാളായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 8 ബാച്ചുകൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യണം, കാര്യം എക്സാം ഡേറ്റ് കൺഫർമേഷൻ ഉടൻ വരാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്തു, അതിന് റിവ്യൂ ആണ്. കാര്യം നമുക്ക് ഇതിൻ്റെ ഒന്നാറംഗം വാങ്ങണം. കാര്യം കഴിഞ്ഞ 14 പരീക്ഷയ്ക്ക് ഒന്നാറംഗം നേടി സമരമാണ് മാസ്റ്റർ കെ അക്കാഡമി അല്ലേ. അപ്പോൾ ജൂനിയർ ലാബിസ്റ്റിന് ഫസ്റ്റ് റാങ്ക് വാങ്ങണം. കാരണം +2 സയൻസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന പോസ്റ്റാണ്. മാത്രമല്ല 50 മാർക്കിന് MLT ആണെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോഴേ നമുക്ക് ഇത് സക്സീഡ് ആകണം, ഒന്നാറംഗം നേടണം. സോ നമ്മുടെ സിലബസ് ഒക്കെ ഇവിടെ വരായിട്ടുണ്ട്. ഇപ്പം സാർ നമ്മുടെ MLT പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ആയിട്ടുണ്ട്. ബാക്കി പോർഷൻസ് ഫാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, +2 സയൻസ് കഴിഞ്ഞവർക്ക് ML ടോപ്പിക്ക് ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഒരാൾ ജോയിൻ ചെയ്ത് വന്നാലും MLTയുടെ ഫുൾ മാർക്കിന്റെ സിലബസ് ആണ്, അവർക്ക് പതുക്കെ പഠിച്ചു പോയാൽ മതി. ഓക്കെ. അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്താ അറേഞ്ച് നടത്തിയേക്കുന്നത്? നമ്മൾ വീക്കിലി സൈക്കിൾ കറക്റ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവർ എക്സാം എഴുതുന്നുണ്ട്. അതിനനുസരിച്ച് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എക്സാം നടത്തി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വീക്കിലി നമുക്ക് എക്സാം എല്ലാ വീക്കിലും പോകുന്നുണ്ട്. ഓക്കെ. ബിന്ദുജ മിസ്സേ, എക്സാം ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? സാർ വീക്കിലി എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാംസ് ഒക്കെ എഴുതിയിട്ട് കുട്ടികൾക്കൊക്കെ അത് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യണം. കാരണം എക്സാം എഴുതി പ്രാക്ടീസ് ആയാൽ മാത്രമേ കുട്ടികൾക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ കോൺഫിഡൻറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും എക്സാം എഴുതി ശ്രദ്ധിച്ചോണം. അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മാസ്റ്റർ കെ അക്കാഡമിയിലാണ്. ഒരു കുട്ടികൾ കുറച്ച് ബാച്ച് ഓഫ് കുട്ടികൾ ചിലപ്പോൾ എക്സാം എഴുതത്തില്ല. അത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യണം. കൃത്യമായിട്ട് ഗ്രൂപ്പിൽ പറയുകയും വേണം, മസ്റ്റായിട്ട് എക്സാം എഴുതണമെന്ന് പറയണം. മാത്രമല്ല അവരെ റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ റാങ്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും പറയണം. ഓക്കെ. കാരണം ഓരോ പരീക്ഷ കഴിയുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടായോ. ഇതിപ്പോൾ നമ്മൾ MLT ടോപ്പിക്ക് പഠിക്കണം, സബ്ജക്ട് ടോപ്പിക്ക് പഠിക്കണം. അപ്പോൾ രണ്ടും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എക്സാം എഴുതി പറ്റത്തുള്ളൂ. എക്സാം എഴുതണം, കൃത്യമായിട്ട് അവർ റാങ്ക് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഓക്കെ. അപർണ മിസ്സേ, ലൈവ് പോകുന്നുണ്ട് കൃത്യമായിട്ട്? നമ്മളിപ്പം വീക്കിലി ആണ് ലൈവ് പോകുന്നത് അല്ലേ? എക്സാമിന് ശേഷമുള്ള ലൈവ് പോകുന്നുണ്ട്, അത് കൃത്യമായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ML ടോപ്പിക്ക് തന്നെയാണ്. അതിനൊരു പ്രത്യേകം നമ്മൾ ശ്രദ്ധ കൊടുക്കണം. കാര്യം ഈ +2 സയൻസ് കഴിഞ്ഞ് വരുന്നവർക്ക് ഒന്നും പഠിക്കുന്നവരല്ല. MLTക്കാർ ഓൾറെഡി വേറെ ഉണ്ട്, പക്ഷേ നമ്മൾ +2 സയൻസ് കഴിഞ്ഞവരാണ് കൂടുതൽ ആൾക്കാരുള്ളത്. അപ്പോൾ അവരെ ഒന്ന് ഫോക്കസ്ഡ് ആക്കാൻ വേണ്ടി കൃത്യമായിട്ട് അവരത് മോണിറ്റർ ചെയ്യണം. എക്സാമിന് ശേഷം നമ്മൾ വീക്കിലി ലൈവ് സെക്ഷൻ കണ്ടക്ട് ചെയ്യണം. കാര്യം MLT അവർക്ക് പഠിച്ചു വരണ്ടായിനിയത്. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അത് അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫർമേഷൻ എന്ന് വരുന്നു അന്ന് തൊട്ട് ഡെയിലി സ്റ്റഡി പ്ലാനിലേക്ക് മാറ്റണം. അതായത് ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്കുകൾ കൊടുക്കണം, ഡെയിലി എക്സാം ഉണ്ടാവണം, ലൈവ് ഉണ്ടാക്കണം. കാരണം ഇത്രയും കുട്ടികൾ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ്. നമ്മുടെ റിസൾട്ട് കൊണ്ട് മാത്രമാണത്. ഇത്രയും പരീക്ഷകൾക്ക് 1ാം റാങ്ക് നേടിയ സ്ഥാപനം റിസൾട്ട് കൊണ്ട് മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മളെ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഉയർന്ന റാങ്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അവരിലേക്ക് മാക്സിമം നല്ല കണ്ടന്റ് ഉള്ള ക്ലാസ് കൊടുക്കുക, മാക്സിമം അവർക്ക് റിവിഷൻ ചെയ്യിപ്പിക്കുക. അതേ കണക്ക് തന്നെ എക്സാമുകൾ മാക്സിമം എക്സാം ഇടുക.